ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ തിരിച്ചറിയൽ കാർഡ് ശരിയായി ധരിക്കാത്തതിന്റെ പേരിൽ തടഞ്ഞിരിക്കുകയാണ് ജർമ്മനിയിലെ സുരക്ഷാ ഏജൻസി. മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് മുനീറും സംഘവും എത്തിയത്. തിരിച്ചറിയൽ കാർഡ് വ്യക്തമായി കാണുന്ന രീതിയിൽ ധരിക്കാൻ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. കോൺഫറൻസ് ഹാളിന്റെ പ്രവേശന കവാടത്തിന് തൊട്ടടുത്തെത്തിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുനീറിന്റെ നെഞ്ചിലെ ID കാർഡ് ചൂണ്ടിക്കാട്ടി അത് തിരിച്ചുവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫീൽഡ് മാർഷൽ മുനീറിനെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതിനെതിരെ ജർമ്മനി ആസ്ഥാനമായുള്ള GA സിന്ദ് മുത്താഹിദ മഹാസ് എന്ന രാഷ്ട്രീയ സംഘടന പ്രതിഷേധിക്കുകയുണ്ടായി. സമ്മേളനം നടന്ന വേദിക്ക് പുറത്ത് സംഘടനാ അംഗങ്ങൾ പ്രതിഷേധ പ്രകടനവും നടത്തുകയും ചെയ്തു. പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ലോക നേതാക്കളും നയതന്ത്രജ്ഞരും സുരക്ഷാ വിദഗ്ധരും ഒത്തുചേരുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട സുരക്ഷാ വേദികളിലൊന്നാണ് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ്. രാജ്യാന്തര സമാധാനവും സുരക്ഷാ വെല്ലുവിളികളും ചർച്ച ചെയ്യാനാണ് ഈ സമ്മേളനം വർഷം തോറും സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും അടുത്തിടെ പിഒകെയിൽ സന്ദർശനം നടത്തുകയും പ്രദേശത്തെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തതായി വാർത്തകളുണ്ടായിരുന്നു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം നടത്തിയ സന്ദർശനത്തിനിടെ ഫീൽഡ് മാർഷൽ അസീം മുനീർ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും കശ്മീർ ഉടൻ വിമോചിതമാകും എന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. മേഖലയിൽ പാകിസ്ഥാൻ വിന്യസിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെയും സൈനികരെയും പോരാട്ട സന്നദ്ധതയും പ്രൊഫഷണൽ മികവിനെയും അദ്ദേഹം പ്രശംസിക്കുകയുണ്ടായി. കാശ്മീരി ജനതയുടെ സ്വന്തം നിർണായക അവകാശത്തോടുള്ള പാകിസ്ഥാന്റെ അചഞ്ചലമായ രാഷ്ട്രീയ, ധാർമ്മിക, നയതന്ത്ര പിന്തുണ അസീം മുനീർ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ ഷഹബാസ് ഷെരീഫും പിന്തുണച്ചതോടെയാണ് വിവരം പുറത്തുവന്നത്. പ്രദേശത്തെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം അസീം മുനീറിന്റെ ഈ കടുത്ത സൈനിക നിലപാടിനെ പിന്തുണച്ചെത്തിയത്. കശ്മീരിന് സ്വയം നിർണയം നൽകുകയല്ലാതെ ഇന്ത്യക്ക് മറ്റു വഴികളില്ല എന്ന് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. ഇന്ത്യ അധിനിവേശ വിപുലീകരണ നയങ്ങളും ദുഷ്ട ഗൂഢാലോചനകളും ഉപേക്ഷിക്കണമെന്നും ദക്ഷിണേഷ്യയിൽ സ്ഥിരമായ സമാധാനം ഇത്തരത്തിൽ നേടാനാവില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഈ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇന്ത്യ അറിയിച്ചത്. മേഖലയിൽ കൂടുതൽ നുഴഞ്ഞുകയറ്റങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുകയും ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും എന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിൽ ഇത് വലിയ നിരാശയും ഭയവും ഉണ്ടാക്കാനിടയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം പാകിസ്ഥാന്റെ ഉന്നത അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഈ പരാമർശങ്ങൾ പ്രകോപനപരമാണെന്നും അവ സാധാരണ ജനങ്ങളോടുള്ള യഥാർത്ഥ കരുതലിന്റെ പ്രതിഫലനമല്ലെന്നും മറിച്ച് രാഷ്ട്രീയപരമായ സന്ദേശങ്ങളാണ് എന്നുമാണ് നിയന്ത്രണ രേഖയിലെ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. വിമോചനത്തിനായുള്ള തുടർച്ചയായ ഇത്തരം ആഹ്വാനങ്ങൾ പ്രാദേശിക ടൂറിസം, വിദ്യാഭ്യാസം, തൊഴിൽ അവസരങ്ങൾ എന്നിവയെ സജീവമായി ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 26 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന് പിന്നാലെ അദ്ദേഹം നടത്തിയ പ്രകോപനപരമായ പ്രസംഗമാണ് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. കാശ്മീരിനെ പാകിസ്ഥാന്റെ കഴുത്തിൽ സിര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അസീം മുനീർ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആവർത്തിച്ചത് ആക്രമണങ്ങൾക്ക് പ്രേരണയായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ വർഗീയവും തീവ്രവാദപരവുമായ പ്രസ്താവനകളെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി ഉൾപ്പെടെയുള്ളവർ അന്ന് കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അസീം മുനീറിനെതിരെ പാക് സൈനിക ക്യാമ്പിനുള്ളിൽ തന്നെ ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ പുറത്താക്കാനോ സാധ്യതയുണ്ടെന്ന് അടുത്തിടെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് മുൻ പാക് സൈനിക ഉദ്യോഗസ്ഥനായ മേജർ ആദിൽ രാജയുടെ ഞെട്ടിക്കുന്ന ആരോപണവും ഉണ്ടായത്. മുനീറിന്റെ ലക്ഷ്യങ്ങളെ മുൻ സൈനിക ഭരണാധികാരി സിയോ ഉൾ ഹഖിന്റെ അധികാരമോഹങ്ങളോട് താരതമ്യം ചെയ്ത രാജ വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മുനീർ തന്നെയാണ് പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തതെന്നും പരസ്യമായി ആരോപിക്കുക കൂടി ഉണ്ടായിട്ടുണ്ട്.